ഏതു വിധേനയും വിജയം കാണാൻ മോദി പല കളികളും കളിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ മോദിക്കുള്ളൂ. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്രയിലെ NCP നേതാവായ ശരത് പവാറിന്റെ കാലു പിടിച്ചു കരയാനാണ് മോദി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അധികാരം തിരിച്ചുപിടിക്കാൻ ഏതറ്റം വരെയും പോകാൻ മോദി തയ്യാറാണ്. ശരത് പവാർ എന്ന മുതിർന്ന നേതാവിനെ എത്രത്തോളം ബഹുമാനിക്കാമോ അത്രത്തോളം ബഹുമാനിക്കണമെന്നാണ് സഖ്യകക്ഷികളോട് BJPയും മോദിയും പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഏതായാലും പവാർ ഇതിനൊന്നും കൂസാത്ത മനുഷ്യൻ തന്നെയാണ്. മോദിയുടെ ഈ നാടകം പവാർ പുറം കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കുമെന്ന് ഉറപ്പാണ്. ഒരിക്കലും വർഗീയതയുമായി സന്ധി ചേരാൻ പവാർ ആഗ്രഹിച്ചിരുന്നില്ല. പവാറിനെ നിരവധി തവണ മോദി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു തവണ പോലും NDAയിലേക്ക് പോകാൻ പവാർ താല്പര്യപ്പെട്ടിട്ടില്ല. അജിത് പവാർ പാർട്ടിയെ പിളർത്തിയപ്പോൾ ശരത് പവാറിന് തന്നെയാണ് ജനങ്ങൾ അനുമതി നൽകിയതും കൂടുതൽ സീറ്റുകൾ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചതും. പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ പ്രവർത്തനങ്ങളിലും അജിത് പവാറിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്തൊക്കെ ചെയ്താലും പാർട്ടിയെ പിളർത്തിയാലും ശരത് പവാറിന് തന്നെയാണ് ജനമനസ്സുകളിൽ സ്ഥാനമെന്ന്. മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും അധികായനായ നേതാവ് ശരത് പവാർ തന്നെയാണ്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് പോലും ഒരു പ്രദേശത്ത് മാത്രമാണ് സ്വാധീനം. എന്നാൽ മഹാരാഷ്ട്രയുടെ മൊത്തം ജോഗ്രഫി പരിശോധിച്ചാൽ മനസ്സിലാവും ശരത് പവാറിന്റെ ശക്തിയും സ്വാധീനവും എത്രയാണെന്ന്. ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തന്നെയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തെ കൃത്യമായും NDAയിലേക്ക് അടുപ്പിക്കാൻ മോദി ശ്രമം നടത്തുമ്പോൾ എന്തൊക്കെ വന്നാലും BJPയുമായി അദ്ദേഹം സന്ധി ചെയ്യില്ല എന്ന മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെത്. അതിന് കാരണവും നിരവധിയാണ്. കോൺഗ്രസുകാരനായ താൻ NCP രൂപീകരിച്ചതിനു ശേഷവും കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് സഖ്യമുണ്ടാക്കിയത്. BJP പലതവണ പവാറിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചതാണ്. അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയുമൊക്കെ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ അതൊക്കെ വിഫലമാവുകയാണ് ചെയ്തത്. പിന്നെയാണോ നരേന്ദ്രമോദി എന്നാണ് ശരത് പവാർ ചോദിച്ചത്. തന്റെ ബന്ധുവായ അജിത് പവാറിന് വെളിവില്ലെന്ന് കരുതി തനിക്ക് അങ്ങനെയാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജനങ്ങളോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട്. ജനങ്ങൾ എനിക്ക് വോട്ട് തരുന്നത് എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്. സങ്കുചിത ചിന്താഗതിക്കാരുമായി അടുക്കാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തന്നെ ടാർഗറ്റ് ചെയ്തിരുന്ന BJPയുടെ ഗതികേട് ഓർക്കുമ്പോൾ കൃത്യമായും എനിക്ക് മനസ്സിലാകുന്ന ഒന്നേ ഉള്ളൂ: കാലം ഒന്നിനും മറുപടി നൽകാതെ പോകില്ല. ഇതാണ് ശരത് പവാർ കുറിച്ചിട്ട വാക്കുകൾ. അതുപോലെ തന്നെ ബന്ധു കൂടിയായ അജിത് പവാറിന് നല്ല ബുദ്ധി തോന്നട്ടെ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.